ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 46. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി. 1, 3, 5 എന്നിവ ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അനുബന്ധ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചന്ദ്രനെ സ്പർശിക്കുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്ന പ്രമേയത്തോടെ 2024 ഓഗസ്റ്റ് 23 ഇന്ത്യ അതിൻ്റെ കന്നി ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നു. 2024 മുതലാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത്. ഇനി ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 2019 ജൂലൈ 22 വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 3 എന്തൊക്കെയാണ് ഉള്ളത്? വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറുമാണ് ഉള്ളത്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അഥവാ ഡോക്കിംഗ് കൂട്ടിച്ചേർക്കുന്ന ദൗത്യത്തിന് പറയുന്ന പേരാണ് സ്പേഡെക്സ് ദൗത്യം. 2024 ഡിസംബർ 30 വിക്ഷേപിച്ചത്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദൗത്യത്തിന് പറയുന്ന ഏത് ദൗത്യമാണത്? സ്പേഡെക്സ് ദൗത്യം. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് ഡോക്ക് ചെയ്തത്, അതായത് കൂട്ടിച്ചേർത്തത്? SDX-01, SDX-02. ജനുവരി 16 ആദ്യ ഡോക്കിംഗ് നടന്നത്. മാർച്ച് 13 ഡി ഡോക്കിംഗ് നടന്നു. ഡി ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങളെ വേർപെടുത്തൽ. 47. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G(m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G ആൻഡ് R എന്നിവ യഥാക്രമം ഡാഷ് ആകുന്നു. ആൻസർ ഓപ്ഷൻ എ. ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ആൻഡ് പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. അപ്പം ഇനി നമുക്കതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ധ്രുവങ്ങളിൽ കൂടുതലും ഭൂമധ്യരേഖയിൽ കുറവുമായിരിക്കും. ആഴം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം കുറയുന്നു. പിണ്ഡമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ കണങ്ങളിലും ഗുരുത്വാകർഷണ ബലം പ്രവർത്തിക്കുന്നു. എന്തൊക്കെയാണ്? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ധ്രുവങ്ങളിൽ കൂടുതലും ഭൂമധ്യരേഖയിൽ കുറവുമായിരിക്കും. ആഴം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം കുറയുന്നു. പിണ്ഡമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ കണങ്ങളിലും ഗുരുത്വാകർഷണ ബലം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. 48. ആഗോള താപന സാധ്യത ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി. 1, 4, 5 എന്നിവ ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്ഭവനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇനി നമുക്ക് അനുബന്ധ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു ഹരിതഗൃഹവാതകത്തിൻ്റെ GWP മൂല്യം നിർണ്ണയിക്കുന്ന 3 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഹരിതഗൃഹവാതകത്തിൻ്റെ GWP മൂല്യം നിർണ്ണയിക്കുന്ന 3 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫ്രാറെഡ് വികിരണം ആഗിരണം ചെയ്യാനുള്ള വാതകത്തിൻ്റെ കഴിവ്, വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ എവിടെയാണ് വാതകം വികിരണം അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നത്, വാതകത്തിൻ്റെ അന്തരീക്ഷ ആയുസ്. അപ്പം ഇത് 3 ഒരു ഹരിതഗൃഹവാതകത്തിൻ്റെ GWP മൂല്യം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ.
GWP കണക്കാക്കാൻ റെഫറൻസായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് GWP കണക്കാക്കാൻ റെഫറൻസായി ഉപയോഗിക്കുന്ന വാതകം. 49. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിങ്ങുകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ, ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമേഴ്സ്, എക്സീൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ആക്റ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്? ഒരു വാതകം, ദ്രാവകം അല്ലെങ്കിൽ ലയിച്ച ഖരവസ്തുവിൽ നിന്നും ഒരു പ്രതലത്തിലേക്ക് ആറ്റങ്ങൾ, അയോണുകൾ അല്ലെങ്കിൽ തന്മാത്രകൾ ചേർക്കുന്നതിനെയാണ് ആക്റ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ? ട്രൈബോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വസ്തുക്കൾ പരസ്പരം സ്പർശിക്കുമ്പോഴോ സ്ലൈഡ് ചെയ്യുമ്പോഴോ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജിനെയാണ് ട്രൈബോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ട്രൈബോ ഇലക്ട്രിസിറ്റി? രണ്ട് വസ്തുക്കൾ പരസ്പരം സ്പർശിക്കുമ്പോഴോ സ്ലൈഡ് ചെയ്യുമ്പോഴോ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ്, അതാണ് ട്രൈബോ ഇലക്ട്രിസിറ്റി. എംസീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആണ് എംസീൻസ് എന്ന് പറയുന്നത്. ആപ്റ്റാമറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്രിമ SSDNA, RNA, XNA അല്ലെങ്കിൽ പെപ്റ്റൈഡ് എന്നിവയുടെ ഒലിഗോമറുകളാണ് ആപ്റ്റാമറുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 50 ക്വസ്റ്റ്യൻ നമ്മൾ 50ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സ്റ്റേജ് 1 എക്സാമിനേഷന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും അനുബന്ധ വിവരങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.